സ്വാഗതം. കാണാത്തതും കേൾക്കാത്തതും. ട്രംപ് ഇറാനിലെ മുഹമ്മദ് ബാഗർ ഖലീബായെ നമ്പുമോ? പാർലമെന്റ് സ്പീക്കറെ ഉറപ്പില്ല. സാധ്യതകളും എതിർ സാധ്യതകളും അമേരിക്കൻ വൃത്തങ്ങളിൽ ചർച്ചയാണ്. ഇറാനുമായി സംസാരിക്കാൻ ഖലീബായോട് തന്നെ സംസാരിക്കണമെന്ന് ട്രംപ് നിർബന്ധം പിടിച്ചതിന് അർത്ഥമുണ്ട്. അലി ഖമനേയിയും മറ്റുന്നതന്മാരും ഇല്ലാതായ സാഹചര്യത്തിൽ ഇറാനിൽ മതിക്കപ്പെടുന്ന നേതാവിനോട് തന്നെ വേണം ഇടപെടാൻ. ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസ്കഷ്കിയാനും വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗിച്ചിയും ഒക്കെ അമേരിക്കയോടും ഇസ്രായേലിനോടും ഉപാധികൾ പറയുന്നുണ്ട്. പക്ഷെ അവരുടേത് മാത്രമായ വാക്കിന് ഇറാനിൽ എന്ത് കനമുണ്ടെന്ന് ട്രംപിന് അറിയാം. ഇറാന്റെ ഭരണഘടന അനുസരിച്ച് രാജ്യത്തിന്റെ പൊതുനയം തീരുമാനിക്കുന്നതിനോ സൈന്യത്തിന്റെ മേലോ ജുഡീഷ്യറിയുടെ മേലോ രഹസ്യാന്വേഷണ ഏജൻസികളുടെ മേലോ മാധ്യമ സ്ഥാപനങ്ങളുടെ മേലോ പ്രസിഡന്റിനും ജനങ്ങൾ തിരഞ്ഞെടുത്ത സർക്കാരിനും അധികാരമില്ല. എന്തിന്? ജനപ്രതിനിധികളുടെ പാർലമെന്റിന്റെ മേലും മതനേതാക്കളുടെ ഗാർഡിയൻസ് കൗൺസിലിന് വീറ്റോ അധികാരമുണ്ട്. മതനേതാക്കൾക്കും വിപ്ലവ സൈനിക നേതാക്കൾക്കും ഇടയിൽ സൈനികേതര മതേതര സിവിൽ ഭരണാധികാരിക്ക് എന്ത് സ്ഥാനമുണ്ടെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. എല്ലാ അധികാരവും പരമോന്നത നേതാവിന്. പ്രായോഗികമായി ഇറാനിലെ വിപ്ലവ സേനയായ IRG കോറിനും മതനേതാക്കളോട് ഒത്തുചേർന്നാൽ മാത്രം പ്രായോഗികമായി ഹീറോ വേഷം കിട്ടും. അതുകൊണ്ടാണ് മതനേതൃത്വത്തിലും സൈനിക നേതൃത്വത്തിനും ഇടയിൽ സ്വീകാര്യതയും അംഗീകാരവുമുള്ള സൈനിക വ്യക്തി തന്നെയായ മുഹമ്മദ് ഖലീബായുടെ പ്രസക്തി. മധ്യസ്ഥനായിട്ടാണെങ്കിലും ഭാവിയിലെ അധികാര പിൻഗാമി ആയിട്ടാണെങ്കിലും അമേരിക്ക ഖലീബായെ നോക്കുന്നു എന്നത് വസ്തുത. സൈനിക ശക്തി ഉപയോഗിച്ച് പ്രതിപക്ഷത്തെ അധികാരത്തിൽ എത്തിച്ച് പുതിയ നേതാവിനെ സ്ഥാപിക്കുക എന്ന ഭാരിച്ച ബാധ്യതയിൽ കുടുങ്ങിക്കിടക്കാൻ ട്രംപിന്റെ അമേരിക്ക താല്പര്യപ്പെടുന്നില്ല എന്നത് വസ്തുത. മിതപ്പെടാൻ വല്ല സാധ്യതയുമുള്ള ആളെ അകത്തു നിന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത് സ്വാഭാവിക നീക്കം. ഖലീബ അകത്ത് തന്നെയുള്ള ആളാണ്. പക്ഷേ ഇതുവരെയും അമേരിക്കയുടെ കടുത്ത വിമർശകൻ. പുതിയ സാഹചര്യത്തിലും മിതപ്പെടൽ പ്രതീക്ഷിക്കാൻ കഴിയില്ലെന്ന് വാഷിംഗ്ടണിലുള്ളവർ തന്നെ കരുതുന്നുണ്ട്. വല്ല മിതപ്പെടലിനും ശ്രമിച്ചാൽ IRG നേതൃത്വം ഖലീബായെ ഒതുക്കുകയോ അവിശ്വസിച്ച് തള്ളുകയോ ചെയ്തേക്കാം എന്ന സാധ്യതയും അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷെ ഇതിനിടയിലും ഖലീബായ്ക്ക് IRG നേതൃത്വത്തിലുള്ള സ്വാധീനവും ഖുദ്സ് സേനാ വിഭാഗം തലവനോടുള്ള ബന്ധവും അലി ഖമനേയിയോട് ഉണ്ടായിരുന്ന അടുപ്പവും വസ്തുതകളാണ്. അതിലേറെ വലിയ വസ്തുത ഖലീബായുടെ അധികാരമോഹം, പ്രസിഡന്റ് ആകാനുള്ള ആഗ്രഹം പല തവണ അതിന് രംഗത്ത് വരികയും ചെയ്തിരുന്നു. IRG കോറിനെ മറികടന്ന് ഖലീബായ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എന്നെങ്കിലും IRGCയിൽ വിള്ളൽ ഉണ്ടാക്കാൻ ഖലീബായ്ക്ക് കഴിയുമോ? ജനങ്ങളുടെ പാർലമെന്റും മതാചാര്യന്മാരുടെ ഗാർഡിയൻസ് കൗൺസിലും തമ്മിലുള്ള തർക്കത്തിന് തീർപ്പ് കൽപ്പിക്കുന്ന സമിതിയാണ് എക്സ്പീഡിയൻസി കൗൺസിൽ. ലോക സമൂഹത്തെ വെറുപ്പിച്ച് ഇറാന്റെ ദേശീയ താല്പര്യത്തെ ബാധിക്കുന്ന ആണവ പദ്ധതികൾ വേണ്ടെന്ന് ആ കൗൺസിലിലെ അംഗങ്ങളിൽ പലരും മുമ്പ് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. നിശബ്ദരും നിഷ്ക്രിയരും ആക്കപ്പെട്ടെങ്കിലും മുഹമ്മദ് ഖദാമിയെ പോലുള്ള പ്രസിഡന്റുമാർ ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇപ്പോൾ നിഴൽ പോലെയേ ഉള്ളുവെങ്കിലും മിതൽപ്പെടലിന്റെയും മാറ്റത്തിന്റെയും വഴി ഇറാനിൽ എന്നേക്കും തിരസ്കരിക്കപ്പെട്ട് കിടക്കുമെന്ന് കരുതി അമേരിക്കൻ വിദഗ്ധർ പിന്തിരിയാത്തത്. സാധ്യതകൾ തേടുന്നതിൽ നിന്ന് അവർ വിരമിക്കുന്നില്ല. പുതിയ പരമോന്നത നേതാവ് മോജ്ബ IRGCയുടെ തെരഞ്ഞെടുപ്പാണ്. അതവർ നടപ്പാക്കി എതിർപ്പ് പ്രകടിപ്പിച്ച വിദഗ്ധ സഭാംഗങ്ങളെ മറികടന്ന്. മോജ്ബായുടെ ഇതുവരെയുള്ള പ്രവർത്തനം ഗോസ്റ്റ് പ്രകടനം മാത്രമാണ്. ആളെ കാണാനില്ല, കേൾക്കാനില്ല. എന്താണ് വസ്തുത എന്ന് ബാഹ്യലോകത്തിന് അറിവില്ല. IRGCയിൽ ഒരിക്കലും ഭിന്നചിന്ത ഉണ്ടാകില്ല എന്നത് ലോകാന്തത്തോളമുള്ള ഉറപ്പുമല്ല. അതുകൊണ്ടാണ് മുഹമ്മദ് ഖലീബായുടെ സാധ്യത ഇപ്പോഴും അമേരിക്കൻ നിരീക്ഷകരുടെ അന്വേഷണത്തിലുള്ളത്.
പ്രതിപക്ഷത്ത് കണ്ണുവെക്കാതെ ഇറാന്റെ ഭരണകൂട ഉൾനിരയിൽ നിന്ന് തന്നെ റഷീം മാറ്റത്തിന് US-ഇസ്രായേൽ സംഘം ആദ്യ സാധ്യത തേടുമ്പോൾ ആ അന്വേഷണം ഗലീബായിൽ ഒതുങ്ങുന്നില്ല എന്നതും വസ്തുത. ഗലീബായെ നമ്പിയാലും ഇല്ലെങ്കിലും ഇറാനെ ഇപ്പോഴത്തെ നിലയിൽ വിട്ടിട്ട് പിൻവാങ്ങിയിരുന്നെങ്കിൽ അത് ട്രംപ് ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയായി മാറിയേനെ. കാരണം ആര് ജയിച്ചു എന്നൊരു ഉത്തരത്തെക്കാൾ വളരെ പ്രധാനമാണ് ഇറാന്റെ ദുർമതം നീക്കം ചെയ്യുക എന്നത്. യുദ്ധം മനുഷ്യരാശിയുടെ ശത്രു തന്നെ, തർക്കമില്ല. പക്ഷേ ഇറാനെ അതിന്റെ ദുഷ്ടത തുടരാൻ അനുവദിക്കുന്നതോ അത് കൂടുതൽ വലിയ ശത്രുവിന് ലോക സമൂഹത്തെ വിട്ടുകൊടുക്കുന്ന നടപടിയാണ്. ഇപ്പോഴത്തെ യുദ്ധം ട്രംപിന്റെ മാത്രം ആവശ്യമെന്ന മട്ടിലാണ് ചിലർ ചിത്രീകരിക്കുന്നത്. പക്ഷേ ടെഹ്റാൻ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിലെ രണ്ടിനങ്ങൾ നോക്കുക. ഇതുവരെയുള്ള യുദ്ധനഷ്ടങ്ങൾക്ക് US പരിഹാരം നൽകണം. ഹോർമുസ് കടലിടുക്കിനുമേൽ ഇറാന്റെ പരമാധികാരം അംഗീകരിക്കണം. ഇത് യുദ്ധം നിർത്താനുള്ള നിർദ്ദേശങ്ങളല്ല. അമേരിക്കയെ മാത്രമല്ല, ലോകത്തെ തന്നെ മുട്ടുകുത്തിച്ചേ ഇറാന്റെ ഭരണകൂടം അടങ്ങൂ എന്ന വിളംബരമാണ്. ട്രംപിന്റെ നിർദ്ദേശങ്ങളെ പരിഹസിക്കുന്നവയും ട്രംപ് പറഞ്ഞതിലെ രണ്ടു കാര്യങ്ങൾ ഇറാനെ സംബന്ധിച്ചും അതുപോലെയായിരുന്നു. ഇറാന്റെ ആണവപ്പല്ലും ദീർഘദൂര മിസൈൽ നഖവും പിഴുതു കളയാനുള്ള അഥവാ മറ്റു രാജ്യങ്ങളെ കടന്നാക്രമിക്കാനുള്ള ഇറാന്റെ സർവശേഷിയും വന്ധീകരിക്കുന്ന നിർദ്ദേശങ്ങൾ. എങ്കിലും ലോകത്തെ വെല്ലുവിളിക്കുന്ന ഇറാന്റെ ഭീകര ശക്തി കെടുത്തുന്നതിനുള്ള വ്യവസ്ഥകളാണവ. ഇറാൻ ഭീഷണിയാണെന്നും അവരെ അമർച്ച ചെയ്യേണ്ടത് ട്രംപിന്റെ താല്പര്യമല്ല, തങ്ങളുടെ ആവശ്യമാണെന്നും ഏറ്റവും നന്നായി തിരിച്ചറിഞ്ഞത് ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെയാണ്. ഇറാൻ അറബ് രാജ്യമല്ലെങ്കിലും ഇറാനെ ആക്രമിക്കരുതെന്ന് തങ്ങൾക്ക് തോന്നിയ സഹോദരത്താൽ അമേരിക്കയോട് പറഞ്ഞിരുന്നവയാണ് ഗൾഫ് രാജ്യങ്ങൾ. പക്ഷേ ആ രാജ്യങ്ങൾ തന്നെ ഇപ്പോൾ സഹിക്കെട്ട് ഇറാനെ അമർത്തിയിരുത്തുവാൻ അമേരിക്കയോട് ശക്തമായി ആവശ്യപ്പെടുന്നു. അത് ചെയ്തില്ലെങ്കിൽ ചതിയും ദ്രോഹവുമാകുമെന്ന് സൂചിപ്പിക്കുന്നു. പശ്ചിമേഷ്യൻ മേഖലയുടെ ഏറ്റവും വലിയ സമ്പത്തും ശക്തിയുമായ എണ്ണ നിക്ഷേപം അടക്കം പ്രകൃതി വിഭവങ്ങൾ തകർത്തു കളയാൻ മടിക്കാത്ത ഇറാന്റെ സംഹാര മനസ്സ് ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങളെ ആകെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ഇറാൻ എല്ലാ പരിധിയും ലംഘിച്ചു കഴിഞ്ഞു എന്നാണ് ഈ രാജ്യങ്ങൾ ആരോപിച്ചത്. അവർ തങ്ങളെ കടന്നാക്രമിക്കുകയും സംഹാര ബുദ്ധിയോടെ ദ്രോഹിക്കുകയും ചെയ്യുന്നത് തടയാൻ അമേരിക്ക തയ്യാറായില്ലെങ്കിൽ തങ്ങൾക്ക് സ്വന്തം നിലയ്ക്ക് പലതും ചെയ്യേണ്ടി വരുമെന്ന് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ പറയുമ്പോൾ യുദ്ധം ട്രംപിന്റെ മാത്രം താല്പര്യം എന്ന പഴിക്ക് എന്തടിസ്ഥാനം? ഇസ്രയേൽ എന്ന ചെറിയ രാജ്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി അരനൂറ്റാണ്ടായി ദേശീയ സമ്പത്ത് പാഴാക്കി ആയുധപ്പുര നിറയ്ക്കുന്ന രാജ്യമാണ് ആയത്തുള്ളമാരുടെയും ഇസ്ലാമിക വിപ്ലവ സേനയുടെയും ഇസ്ലാമിക ഇറാൻ. പോരാത്തതിന് ആണവ ബോംബുകളുടെ കലവറ സൃഷ്ടിക്കുവാനുള്ള ശ്രമവും. അവർ ചെയ്യുന്നതിന്റെ ഭീകരത മനസ്സിലാക്കണമെങ്കിൽ ചില കണക്കുകൾ ഗ്രഹിക്കണം. 30 കോടിയോളം ഇസ്ലാമിക വിശ്വാസികൾ അധിവസിക്കുന്നവയാണ് പശ്ചിമേഷ്യൻ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. അവയുടെ ആകെ ഭൂവിസ്തൃതി 60 ലക്ഷത്തോളം ചതുരശ്ര കിലോമീറ്റർ. അതിന്റെ 300-1 ഉള്ളൂ ഇസ്രയേൽ, 22,000-ഓളം ചതുരശ്ര കിലോമീറ്റർ. അവിടെയുള്ളത് 78 ലക്ഷം യഹൂദർ മാത്രമല്ല, 21.5 ലക്ഷം വരുന്ന അറബ് വംശജരും. ലോകത്താകെയുള്ള 1.5 കോടിക്കകത്ത് യഹൂദർക്ക് സ്വന്തമെന്ന് പറയാവുന്ന ഇത്രയും ചെറിയൊരു രാഷ്ട്രത്തെയും അവിടുത്തെ യഹൂദരെയും ഇല്ലാതാക്കാനാണ് ഇറാന്റെ വെറി മുഴുവൻ. മറുവശത്ത് ലോകത്തിലെ ആകെ എണ്ണ നിക്ഷേപത്തിന്റെ 10-1 സ്വന്തമായുള്ള ഒരു രാജ്യമാണ് ഇറാൻ. വിസ്തൃതിയിൽ ഇസ്രായേലിന്റെ 80 ഇരട്ടി. അറബികളിൽ നിന്ന് വില കൊടുത്തു വാങ്ങിയ പാഴ്നിലങ്ങളെ സ്വന്തം അധ്വാനം കൊണ്ട് ഫലപുഷ്ടമാക്കിയ ഇസ്രായേൽ ഇന്ന് പരിരക്ഷിക്കുന്നത് ഇറാന്റെ ജനസംഖ്യയുടെ 10-1 ഏറെ വരുന്ന വിവിധ വംശജരായ ജനവിഭാഗത്തെ. എന്നിട്ടും അവർക്ക് സ്വന്തമായി നാടോ ഭൂമുഖത്ത് അവർ തന്നെയോ ഉണ്ടാകാൻ പാടില്ലെന്ന ചിന്തയോടെയാണ്
ഇറാനിലെ ഇസ്ലാമിക വിപ്ലവ ഭരണകൂടം ഇക്കാലം അത്രയും ദ്രോഹിച്ചത്? ഇസ്രായേലിനെതിരായ സർവ്വവിധ ഭീകര കൂട്ടങ്ങളെയും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഇസ്രായേലിനെയും യഹൂദരെയും ദ്രോഹിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതും. ആയത്തുള്ളമാർ ഇസ്ലാമിക വിപ്ലവ സേനയുടെ പിന്തുണയോടെ ഭരിക്കുന്ന ഇറാൻ ആ ദുഷ്ടതയിൽ നിന്ന് പിന്തിരിയുമെന്ന് കരുതുന്നത് മൗഢ്യം. അവരെ നയിക്കുന്നത് മരണത്തെയും വിനാശത്തെയും സർവനാശത്തെ തന്നെയും പ്രണയിക്കുന്ന നൊസ് ബാധിച്ചതുപോലുള്ള ആതുര മനസ്സാണ്. അവർ പിന്തിരിയില്ല. അവർക്ക് ക്ഷമിക്കാനോ സ്വയം തിരുത്താനോ കഴിയില്ല. അത്രമാത്രം ആതുരമാണ് അവരുടെ ചിന്ത. തങ്ങൾ അജയരാണെന്ന മിഥ്യാബോധം ഇറാനെ നയിക്കുന്നവരെ ഭരിക്കുന്നു. ജീവിക്കുന്നതിന് പകരം ചാവേറാകാനും കൊല്ലാനും കീഴ്പ്പെടുത്താനുമുള്ള പൈശാചിക ദുർമതം അവർ അനുയായികളിൽ കുത്തിവെക്കുന്നു. യുദ്ധത്തിൽ ആര് ജയിക്കുമെന്ന് ഊഹിക്കുന്നതല്ല ഇപ്പോൾ പ്രധാനം. ദ്രോഹചിന്തയുള്ള ഇന്നത്തെ ഇറാനെ അമർച്ച ചെയ്ത് മറ്റൊരു ഇറാനെ ലോകത്തിന് കിട്ടണമെന്നതാണ് ആവശ്യം. സാധ്യമാകുമോ എന്നത് നോക്കിയല്ല ആവശ്യം സാധുവാകുന്നത്. ഇസ്രായേലിനോട് വെറിയും മറ്റ് ഗൾഫ് രാജ്യങ്ങൾക്കെതിരെ ആധിപത്യമോഹവും ഇല്ലായിരുന്നെങ്കിൽ ലോകത്തെ ഏറ്റവും സമ്പന്ന രാഷ്ട്രങ്ങളിൽ ഒന്നാകുമായിരുന്നു ഈ ഇറാൻ. അത് നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയ ഇസ്ലാമിക വിപ്ലവ ഭരണകൂടം സ്വന്തം പൗരന്മാരുടെ മനുഷ്യാവകാശങ്ങളും ജീവനും കശക്കിയതിന് പുറമെ പശ്ചിമേഷ്യയുടെ സമാധാനവും ലോകത്തിന്റെ നന്മയുമാണ് അവർ കെടുത്തുന്നത്. സിംഹമായാലും പേനായെ പേടിക്കണം. അത്തരത്തിൽ എതിരാളികളെ ഭയപ്പെടുത്തി അകറ്റുന്ന ഇറാനിലെ മത തീവ്രവാദ ഭരണകൂടം അന്തക നടപടിയെ നേരിടേണ്ടി വരുമെന്നത് ലോക നിയമം. ഇറാൻ എന്ന് പറയുമ്പോൾ ജനതയെ അല്ല, അവരെ ഭയപ്പെടുത്തി ഭരിക്കുന്ന മതവിപ്ലവ ഭരണകൂടത്തെ മാത്രമാണ് അർത്ഥമാക്കേണ്ടത്. യുക്രൈനെ ആക്രമിക്കാൻ ഇതുവരെ റഷ്യക്ക് മിസൈലുകൾ വൻതോതിൽ നൽകിയിരുന്ന ഇറാൻ പഴിക്കുന്നു. ഇപ്പോൾ ഇസ്രായേലിന് യുദ്ധായുധം നൽകുന്നത് വഴി യുക്രൈൻ തങ്ങൾക്കെതിരെ ശത്രുപക്ഷത്ത് ചേർന്നെന്ന്. തങ്ങൾ ചെയ്തിരുന്നതിന് എത്ര വേഗമാണ് അവർ വെള്ള പൂശുന്നത്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ കാട്ടുന്ന അധോലോക തുല്യമായ ഗുണ്ടായിസത്തെ സൂയസ് കനാലിന് മേൽ ഈജിപ്ത് കൈയാളുന്ന അവകാശം പോലെയെന്ന് ന്യായീകരിക്കുവാൻ സുബോധമുള്ള ഭരണകൂടത്തിന് എങ്ങനെ കഴിയും? ഹോർമുസ് എല്ലാ രാജ്യങ്ങൾക്കും അവകാശപ്പെട്ട അന്താരാഷ്ട്ര കപ്പൽ പാതയാണ്. സൂയസ് കനാൽ ഈജിപ്തിന് പരമാധികാരമുള്ള മണ്ണ് വെട്ടിയരിഞ്ഞുണ്ടാക്കിയതും. രണ്ടും ഒരുപോലെയെന്ന് അവകാശപ്പെടാൻ ഇറാന്റെ നേതൃത്വത്തിനേ കഴിയൂ. ഹോർമൂസിൽ അധോലോക വാഴ്ച തുടങ്ങിവെച്ച ഇറാനിയൻ നാവിക മേധാവിയെ പറഞ്ഞയച്ചത് മുന്നറിയിപ്പായിരുന്നു. വെളിച്ചത്തു വരുന്ന ഏത് നേതാവും ഇസ്രായേൽ US സംവിധാനത്തിന്റെ ക്രോസ് ഹയേഴ്സിൽ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ്. അത്തരം ഭയം കൊണ്ടാണല്ലോ മോജ്ബ ഇപ്പോഴും ഗോസ്റ്റ് പ്രകടനവുമായി കഴിഞ്ഞുകൂടുന്നത്. അല്ലെങ്കിൽ പുറത്തു വരാൻ വയ്യാത്ത വിധം അവശ്യ നിലയിലായിരിക്കുന്നു എന്ന് വെളിപ്പെടുത്തേണ്ടി വരും. ഇവരെയൊക്കെ പോലെ ഇറാനിലെ ഏതു നേതാവിനെയും ടെലിസ്കോപ്പിക് ഉന്നവട്ടത്തിൽ ഉറപ്പിക്കാൻ US ഇസ്രായേൽ സജ്ജീകരണങ്ങൾക്ക് മേലിലും കഴിയും. അല്ലെങ്കിൽ മുഹമ്മദ് ഖലീബ അടക്കം ഏതു നേതാവും ഇപ്പോൾ തന്നെ ആ ഉന്നവട്ടത്തിൽ ഉണ്ടാകാം. ഇറാനിൽ കരയുദ്ധത്തിന് മടിച്ചിരുന്ന ട്രംപാണ് മരീനുകളെയും പാരാട്രൂപ്പന്മാരെയും അയക്കാനും പശ്ചിമേഷ്യയിലെ 50,000-ഓളം വരുന്ന സൈനിക ശേഷി 55,000-ഓളം ആക്കി റീഇൻഫോഴ്സ് ചെയ്യാനും തീരുമാനിച്ചത്. ഈ നീക്കം വെറുതെയല്ലെന്ന് ഇറാനു മാത്രം പിടികിട്ടാതെ പോയത് എന്തുകൊണ്ട്? ദുരഭിമാനവും അജയതാബോധവും തന്നെയാകാം കാരണം. തങ്ങൾക്ക് മുമ്പിൽ ലോകം തോറ്റോടുന്ന ദൃശ്യം ഭാവന മാത്രമായിരുന്നെന്ന് അവരെ ബോധ്യപ്പെടുത്താൻ എന്തിനെങ്കിലും കഴിയുമോ? ഇന്ത്യയിൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു എന്ന് പാശ്ചാത്യ സ്ഥാപനങ്ങൾ വിലയിരുത്തുന്നതിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? കേന്ദ്ര സർക്കാർ അറിഞ്ഞുകൊണ്ട് സത്യത്തിന് നേരെ കണ്ണടക്കുന്നതാണെങ്കിൽ കാലം തന്നെ അത് തിരുത്തിക്കും. 3 വിധത്തിലാണ് ഇപ്പോൾ ക്രൈസ്തവർക്ക് ദ്രോഹകരമായ നീക്കങ്ങൾ നടക്കുന്നത്.
മതപരിവർത്തന നിരോധന നിയമം എന്ന പേരിലുള്ള പീഡനം. ദളിതരിൽ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നവർക്ക് മാത്രം സർക്കാരിന്റെ സാമൂഹിക പിന്തുണ നിഷേധിക്കുന്ന സംഭരണ വിവേചനം. ഇപ്പോഴിതാ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി FCRA എന്ന പേരിൽ ന്യൂനപക്ഷ സ്ഥാപനങ്ങളുടെയും NGOകളുടെയും ആസ്തികൾ വളഞ്ഞ വഴിയിൽ പിടിച്ചെടുക്കാനുള്ള ശ്രമവും. ഈ വിധത്തിൽ ഞെരുക്കിയാൽ ഉത്തരേന്ത്യയിലെ ദളിതർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുന്നത് തടയാമെന്ന ചിന്തയാകാം ഹിന്ദുത്വവാദികളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. പക്ഷേ അവരുടെ ദുരുദ്ദേശങ്ങളെ പിന്തുണയ്ക്കുന്ന വിധത്തിലാണോ സ്വന്തം നീക്കമെന്ന് പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. കൃത്രിമ മാർഗത്തിലൂടെ ഉത്തരേന്ത്യൻ ദളിതരെ ക്രൈസ്തവരാക്കുന്ന ഒരു നടപടിയോടും യഥാർത്ഥ ക്രൈസ്തവ വിശ്വാസികളോ ക്രൈസ്തവ സമൂഹമോ യോജിക്കില്ല. പക്ഷേ അങ്ങനെയൊരു കുറ്റം ആരോപിച്ച് നടപ്പാക്കുന്ന വിലക്ക് ക്രൈസ്തവരുടെ യഥാർത്ഥ അവകാശമായ വിശ്വാസ പ്രഘോഷണത്തെയോ അതുവഴി സംഭവിക്കുന്ന മാനസാന്തരങ്ങളെയും തടയാനാണെങ്കിൽ അത് ദ്രോഹമാണ്. ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ച ദളിതർക്ക് പട്ടിക വിഭാഗത്തിനുള്ള സാമൂഹിക പിന്തുണ നിഷേധിക്കുന്ന നിലപാടിന് ഒരു പ്രായോഗിക ഫലമേയുള്ളൂ. ദളിതരെ ദളിതാവസ്ഥയിൽ ഹിന്ദുമതത്തിൽ നിലനിർത്താൻ രാജ്യത്തിന്റെ പൊതു കലവറയിൽ നിന്ന് ഇൻസെന്റീവ് വിതരണം ചെയ്യുന്ന ഏർപ്പാടായി സംവരണം മാറുന്നു എന്ന്. ആ രീതി തുടരാൻ ജാതിവാദികളെ അനുവദിക്കുന്ന സമ്പ്രദായം ഉറപ്പിക്കുന്നു എന്ന്. ഉത്തരേന്ത്യൻ ദളിതർ ക്രൈസ്തവ വിശ്വാസം സ്വീകരിച്ചാൽ അവർ പഴയപടി തങ്ങളുടെ ചൂഷണങ്ങൾക്ക് പ്രാപ്യരല്ലാതാകുന്നു എന്നതാണല്ലോ ജാതിവാദക്കാരുടെ രോഷത്തിന് കാരണവും അടിസ്ഥാനവും. അതേസമയം കുറെ പേരെ ഒഴിവാക്കി കിട്ടിയാൽ തങ്ങൾക്ക് കൂടുതൽ കിട്ടുമെന്ന സ്വാർത്ഥമോഹമാണ് മറ്റു ചില വിഭാഗങ്ങളുടെ എതിർപ്പിന് പ്രേരണ. ക്രൈസ്തവരെ ഞെരുക്കാനുള്ള ഉദ്ദേശം സംശയിക്കാൻ ഇട നൽകുന്നതാണ് പുതിയ FCRA ബില്ലും. ലാഭേച്ഛയില്ലാതെ പ്രവർത്തിക്കുന്ന നിരവധി സ്ഥാപനങ്ങളെ കുരുക്കിലാക്കി അവയുടെ സ്വത്ത് പിടിച്ചെടുക്കുന്നതിൽ കലാശിക്കാവുന്ന ബില്ലിന്റെ ഉദ്ദേശശുദ്ധി സംശയത്തിലാണ്. ഇത് ന്യൂനപക്ഷങ്ങളോടുള്ള വെല്ലുവിളിയാണെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധമായ ബുദ്ധികേന്ദ്രങ്ങൾ അത് തുറന്നു പറയുക. അത്തരം വെല്ലുവിളികളെ നേരിട്ട് വളരാനുള്ള ആന്തരിക ശക്തി, ദ്രോഹങ്ങളെ അതിജീവിക്കാനുള്ള ടോപ്പ് അപ്പ് ശക്തി ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രത്യാശയാണ്. നിരാശരാക്കാത്ത പ്രത്യാശ. പക്ഷേ ഇത്തരം നീക്കങ്ങൾ ആസൂത്രിതമല്ലെന്ന് തെളിയിക്കുവാനും ശരിയല്ലാത്തത് തിരുത്താനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. അത് നിറവേറ്റാതെ പോകുമ്പോഴാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷ പീഡനം നടക്കുന്നു എന്ന ആക്ഷേപം ഉയരുന്നത്. കാണാത്തതും കേൾക്കാത്തതും അടുത്ത ആഴ്ച ഇതേ സമയം.